ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ അഥവാ TRN ക്യാൻസൽ ചെയ്യുന്നതിനെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയമാണ്. അതായത് പലരും ചോദിക്കുന്നത്, ഒരു കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടോ? അതുപോലെ നമുക്ക് കുറേ പെനാൽറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി കുറഞ്ഞു കിട്ടുമോ? ഇങ്ങനെയൊക്കെയാണ് സംശയങ്ങൾ. ഹായ്, ദിസ് ഈസ് റസിയ PK ഫ്രം ഇൻട്രസ്റ്റ് ഓഡിറ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാറ്റ് ഓർ കോർപ്പറേറ്റ് ടാക്സ് ഡീരജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് വാറ്റ് ഡീരജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, വാറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്കൊരു ത്രഷോൾഡ്, നമ്മുടെ സെയിൽസ് ടേൺ ഓവർ ഒരു ത്രഷോൾഡ് ഉണ്ട്. അതായത് 375,000 ആകുമ്പോൾ മാൻഡേറ്ററി രജിസ്ട്രേഷനും 187,500 ആകുമ്പോൾ നമുക്ക് വോളണ്ടറി ആയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ സെയിൽസ് ടേൺ ഓവർ ഇതിൻ്റെ താഴെ വന്നാൽ നമ്മൾ ഡീരജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതായത് 187,000 ബിലോ ആയാൽ നിർബന്ധമായും ഡീരജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനി ക്ലോസ് ചെയ്യുകയോ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡീരജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡീരജിസ്റ്റർ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ, ഇപ്പോൾ കമ്പനി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 20 ഡേയ്സിനുള്ളിൽ ഡീരജിസ്റ്റർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി വരുന്നതാണ്. ഓരോ മാസവും 1000 ദിർഹംസ് വെച്ച് പെനാൽറ്റി വരും. 10,000 ദിർഹംസ് വരെ പെനാൽറ്റി വരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ടേൺ ഓവർ 187,500 ബിലോ ആകുമ്പോഴും നമ്മൾ ഡീരജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഡീരജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓണർ ഡെത്ത് ഉണ്ടാവുകയോ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുകയോ ചെയ്താലും നമ്മളുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഡീരജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ സെയിൽസ് ടേൺ ഓവർ 187,500 ബിലോ ആയിരിക്കുക. അതുപോലെ നമ്മുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ നമ്മുടെ ലീഗൽ സ്ട്രക്ചറിന് മാറ്റം വരികയോ ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ടാക്സ് രജിസ്ട്രേഷൻ ഡീരജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും. കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷനിൽ നമുക്കറിയാം, സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് 1 മില്യൺ ആണ് ത്രഷോൾഡ്. അതായത് 1 മില്യൺ സെയിൽസ് ആയെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ. പലരും അറിയാതെ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1 മില്യൺ ആയില്ലെങ്കിലും രജിസ്റ്റർ ചെയ്തവരുണ്ട്. ഇങ്ങനെയുള്ളവർ ഇതിനെ കൃത്യമായ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വെച്ച് ഡീരജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത് കമ്പനി ക്ലോസ് ചെയ്യുകയോ ലിക്വിഡേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ്. ഇതിനൊക്കെ കൃത്യമായ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഡീരജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൃത്യമായി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ അതുവരെയുള്ള പീരീഡിൻ്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുമാണ്. വാറ്റ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അതുവരെയുള്ള ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഡീരജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. ഈ ടാക്സ് ഡീരജിസ്റ്റർ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പലരും ഇപ്പോൾ ബിസിനസ്സൊക്കെ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഡൗൺ ആവുമ്പോൾ ഈ ടാക്സ് ഡീരജിസ്ട്രേഷൻ അത്ര ഗൗരവമായി എടുക്കാറില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, കൃത്യമായ സമയത്ത് ടാക്സ് ഡീരജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ വരുന്നതാണ്. മാത്രമല്ല, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മറന്നാലും ലേറ്റ് റിട്ടേൺ പെനാൽറ്റി വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കംപ്ലയൻസിന്റെ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് കൃത്യമായ സമയത്ത് തന്നെ കോർപ്പറേറ്റ് ടാക്സും ഡീരജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ് ടാക്സും കൃത്യമായ സമയത്ത് ഡീരജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ മന്ത്ലി 500 വെച്ച് പെനാൽറ്റി വരുന്നതാണ്. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യത്തിലും വാറ്റിന്റെ കാര്യത്തിലും ഡീരജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഡീരജിസ്ട്രേഷന് വേണ്ടി എന്തെങ്കിലും കൺസൾട്ടേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷനെ കുറിച്ചാണെങ്കിലും ഡീരജിസ്ട്രേഷനെ കുറിച്ചാണെങ്കിലും ടാക്സ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും, ടാക്സ് മാത്രമല്ല ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ എന്ത് കൺസൾട്ടേഷനു വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.